ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തനിക്ക് വല്ല ജോലിക്കും പൊയ്ക്കൂടെ? വീട്ടൊക്കെ കേൾക്കാതെ എന്തോ ജോലി കിട്ടാനാ? നമ്മുടെ യോഗ സെന്ററിൽ തനിക്കൊരു ജോലി ശരിയാക്കി തരട്ടെ. ഒരു ഹയർ കോഴ്സും കൂടി ചെയ്താൽ മതി, ഇൻസ്ട്രക്ടർ ആവാം. ഓക്കെ, സ്ലോലി ബെൻഡ് ലോവർ പാർട്ട്. എന്നെ കൊണ്ട് വയ്യ. അയ്യോ വേണ്ട. ആക്ച്വലി തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, വെറുതെ ഇങ്ങനെ നടക്കണം. അതിനൊരു കാരണം ബാക്ക് പേപ്പേഴ്സും മറ്റും. ചുമ്മാ അതല്ല വീട്ടുകാരെ കുറ്റം പറയുന്നത്. അതെന്നെ കൊണ്ട് പറ്റാത്തോണ്ടല്ലേ. വേറെ എന്ത് ജോലിയാണെങ്കിലും സാരമില്ല. ഒരു കാര്യം ചെയ്യും, ജോബ് കൺസൾട്ടൻസി പോയിട്ട് രജിസ്റ്റർ ചെയ്യും. പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പ് ജോബ്സ് ഇല്ലേ, ലൈക്ക് ഇൻഷുറൻസ് അഡ്വൈസർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്. അല്ല, കിട്ടു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലേ പഠിച്ചത്? അപ്പൊ ഹാർഡ്വെയർ ഫീൽഡിൽ നോക്കിക്കൂടെ, ലൈക്ക് സർവീസ് എഞ്ചിനീയർ ആയിട്ട്? എന്താ? ഗുഡ് മോർണിംഗ് സർ, ഞാൻ കിരൺ പി എസ് ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്. അതെ സർ, രാവിലെ വിളിക്കാൻ പറഞ്ഞിരുന്നു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇൻ്റൽ i5 അല്ലേ? ഓക്കെ, 4 GB റാം, 2.1 സ്പീക്കേഴ്സ് പ്ലസ് UPS. ഓക്കെ സർ, ഉച്ചയ്ക്ക് ഒന്നല്ലേ? സാറിൻ്റെ മൊബൈൽ നമ്പറോട് തന്നാൽ 9444275012. ഓക്കെ സർ, ഉച്ചയ്ക്ക് എത്തിക്കാം സർ. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അയ്യോ, എന്തോ രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരോ മരിച്ചു പോയിരുന്നു. അല്ലയാ, ഈ കോൺഫിഗറേഷൻ ഒന്ന് ശരിയാക്കി തടാ. എടാ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവില്ലേ? നീ വേറെ ആരെങ്കിലും നോക്കിയേ. നീ അങ്ങനെ പറയാതെ. എന്തുവാണ് ഒരു മതി കൊച്ചുള്ളവരെ പോലെ? നിനക്കറിയാലോ, ഇവിടെ ഉള്ളവർക്കെല്ലാം മുടിഞ്ഞ മോടെ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അളിയാ. അളിയോ, നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാ, അതുകൊണ്ടാ. i5 4 GB റാം, 2.1 സ്പീക്കേഴ്സ്, ഒറിജിനൽ മദർ ബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ, ശരിയാക്കാം. എല്ലായിടത്താ വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാ സാറിൻ്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന്? മിസ്റ്റർ അരുൺ. സാർ, എൻ്റെ പേര് കിരൺ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സാർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. സർവീസ് എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ടാണ് തനിക്കുള്ള ടാർഗറ്റ് ഞാൻ പകുതിയാക്കിയത്. ആ പകുതിയാക്കിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി താൻ ഇല്ലാത്ത ഓർഡർ ബില്ല് ചെയ്തു. വളരെ ചീപ്പായി കിരൺ. അല്ല സാർ, ഞാൻ ഇത്തരം പല അടവുകൾ കണ്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് തന്റെ പേരിലേക്ക് മാറ്റി ഞാൻ ബില്ല് ചെയ്യും. യു ക്യാൻ ഗോ നൗ. കിരൺ സാർ, ഇനിയും ഇത്തരം ചീറ്റിംഗ് എന്തെങ്കിലും തന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഐ വിൽ ടെർമിനേറ്റ് യു. ആ പുന്നാരമോന്റെ കവാലടിച്ച് നീരാക്കാൻ എനിക്ക് ആദ്യം തോന്നിയത്. അവന്റെ ഒരു അളിഞ്ഞ ചിരി. ഓഫീസിലായതുകൊണ്ട് വായിക്ക് രുചിയായിട്ട് 10 തെറി വിളിക്കാൻ പോലും പറ്റിയില്ല. അവനെ ഞാൻ വെറുതെ വിടില്ല. ഒരു സൂപ്പർ പാറ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ മുമ്പ് കണ്ടവരെ പോലൊന്നും അല്ല ഈ കിരൺ. ആദ്യം കിട്ടിയ പാര വലിച്ചൂര്, എന്നിട്ട് പോരെ വേറൊരുത്തിന് പാര വെക്കാൻ. തനിക്ക് അതൊന്നും മനസ്സിലാവില്ല. അവൻ കാരണം ഞാൻ അത്രയ്ക്കാ ഇൻസൾട്ടഡ് ആയത്. ആ മാർക്കറ്റിംഗ് ഹെഡിന്റെ വായിരിക്കുന്ന ചീത്ത മുഴുവനും ഞാൻ കേട്ടു.
അയാളെ ഞാൻ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചെന്നാ പറഞ്ഞ്. എന്റെ സൈഡ് കേൾക്കാൻ പോലും തയ്യാറായില്ല. താൻ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ ആ സിസ്റ്റം ആർക്കെങ്കിലും വിൽക്ക്. അത് നിന്നെ നടക്കില്ല. ആര് വാങ്ങാനേ ഈ 4 മണിക്കൂറിൽ? അത് സെയിം കോൺഫിഗറേഷനുള്ള സിസ്റ്റം. അത് ഞാൻ തന്നെ വാങ്ങിക്കേണ്ടി വരും. താൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്തെങ്കിലും ഒരു വഴി കാണും. താൻ ആദ്യം ഇത് കഴിക്കേ, എന്നിട്ട് ആലോചിക്കാം എന്ത് ചെയ്യാമെന്ന്. എന്താ കാണിക്കുന്നത്? അത് നശിപ്പിക്കണം. ഇനി ഇത് എന്ത് നശിക്കാനാ? അത്യാവശ്യത്തിന് ഒരു വർക്ക് ചെയ്യാൻ സമയത്ത് ഇത് കേടാവും. പന്ന സാധനം. നീ ശരിക്കും നോക്ക്, അത് ശരിയാവും. എങ്കിൽ പിന്നെ അച്ഛൻ തന്നെ നോക്ക്. എനിക്കിത് നന്നാക്കാനൊന്നും അറിയില്ല. നീയല്ലേ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചത്? ജാമ്പവാന്റെ കാലത്തെ ഈ സാധനം എനിക്ക് നന്നാക്കാൻ പറ്റില്ല. സ്ഥലം മാറി ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ പറഞ്ഞത് ഇത് കളയണോന്ന്. അപ്പൊ എല്ലാരും കൂടെ എന്നെ ചാടിക്കടിച്ചു. അതിനിപ്പോ എന്താ, ഇത് നന്നാക്കി പോരെ? മൺഡേ വർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. ഇനിയിപ്പോ എങ്ങനെ സബ്മിറ്റ് ചെയ്യും? നേരം വൈകാതെ വീട്ടിലെത്തണോന്ന് അച്ഛനല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് വർക്ക് തീർക്കായിരുന്നു. ഇനി ഇതൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും എന്റെ വർക്ക് തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ. ഒന്നുകിൽ ഓഫീസിലിരുന്ന് വർക്ക് തീർക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എനിക്ക് പുതിയ സിസ്റ്റം വാങ്ങി തരണം. അച്ഛാ പ്ലീസ്, നമുക്കൊരു പുതിയ സിസ്റ്റം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ പുതിയതൊന്ന് വാങ്ങിച്ചു കൊടുത്തൂടെ? ശരി, എങ്കിൽ പിന്നെ നാളെ രാവിലെ തന്നെ വിളിച്ചു പറയാം. ഉടനെ സിസ്റ്റം എത്തും. ഏത് കട വിളിച്ച് പറയും? എവിടുത്തെ നമ്പർ 1 ഷോപ്പിൽ. അത് വേണ്ട, എന്റെ ബാങ്കിൽ റിപ്പയർ ചെയ്യുന്നൊരു കക്ഷിയുണ്ട്, ഞാൻ അയാളെ വിളിക്കാം. ദേ, അവളല്ലേ യൂസ് ചെയ്യുന്നത്. അവക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് വാങ്ങിച്ചോട്ടെ. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലാവും വഴക്ക്. ആ ഓക്കെ ഓക്കെ, നല്ല കട നോക്കി ഓർഡർ ചെയ്യണം. അവസാനം അതില്ല ഇതില്ല എന്ന് കംപ്ലൈന്റ് പറയരുത്. പറഞ്ഞു കേട്ടല്ലോ? ഓക്കെ. എന്താ പോകുന്നില്ലേ? ആ കമ്പ്യൂട്ടറുകാരെ നോക്കിയിരിക്കുക. ബില്ല് എമൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ചെക്ക് തന്നിട്ട് പോകായിരുന്നു. ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് സമയം കഴിഞ്ഞു. എല്ലായിടത്തും പെട്ടെന്ന് വാ. ഇത് അങ്കിളിന്റെ വീടായിരുന്നാ? നിത്യ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇവിടുന്ന് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു. നിത്യ ആയിരിക്കുമല്ലോ അല്ലേ? ആന്റി, സിസ്റ്റർ എവിടെ വെക്കണ്ടേ? മോളിലെ വന്നേ വന്നേ. എല്ലാം പെട്ടെന്നോട്ട് കണക്റ്റി. പോ. അങ്കിളിനോട് സംസാരിച്ചപ്പോൾ ഒരു അബദ്ധം പറ്റി. ഒന്നും അറിഞ്ഞോത്തോടെ നിന്നാ മതി. ഐ വിൽ മാനേജ്. വാട്ട് എ സർപ്രൈസ്! ഈ നിത്യയാണ് ഫോൺ ചെയ്യാൻ നിത്യെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല. നിത്യക്ക് ഇനിയും എന്നെ മനസ്സിലായില്ല? ഞാനാ നിത്യയുടെ പഴയ കിട്ടു. യോഗ സെന്റർ വെച്ച് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഈ നിത്യയാണ് കളിക്കൂട്ടുകാരിയായ ആ നിത്യയെന്ന്. പിന്നെ ബാങ്കിൽ വെച്ച് അങ്കിളിനെ കണ്ടപ്പോഴാ എനിക്ക് നിത്യയെ മനസ്സിലായി. നിത്യക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സ്കൂൾ വാനിൽ പോയതും മറ്റും? അതേ ഓവർ ആക്കണ്ട, അച്ഛനെ മനസ്സിലാവുന്നുണ്ട്. ആദ്യം നീ അത് ശരിയാക്കാൻ നോക്ക്. പിന്നെ ഓർക്കാം സ്കൂളിൽ വാനി പോയതും കളിച്ചു നോക്ക്. ഓക്കെ കേട്ടോ? ഓക്കെ. കണക്ഷൻ കൊടുത്താ? അവൻ്റെ ഒരു കണക്ഷൻ എല്ലാം കറക്റ്റ് കൊടുത്തല്ലോ. നിത്യ, എല്ലാ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ? നീ കൂടുതലൊന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട, അതൊക്കെ അവക്കറിയാം. അയ്യടാ. ഓക്കെ, വോയിസ് ഇട്ടിട്ടുണ്ട്. ആ അങ്കിൾ, ക്യാഷ് റെഡി അല്ലെങ്കിൽ ഞാൻ പിന്നീട് വീണ്ടും വരാം. നീ പിന്നീട് വീണ്ടും വരണ്ട, ക്യാഷ് ഇപ്പൊ തന്നെ ഒന്നാക്കാം കേട്ടോ. നീ വിളിച്ച കറക്റ്റ് സമയത്താ. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പണ്ടാരെല്ലാം കൂടെ എന്റെ പേര് ബില്ല് ചെയ്തേനെ. നീ എന്നെ ശരിക്കും രക്ഷിച്ചു. പിന്നെ എങ്ങനെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ച്? ഒരു ചെറിയ ഡ്രാമ. അതെന്തായാലും കൊള്ളാം. എങ്ങനെയായിരുന്നത്? ഇവിടുത്തെ എർത്തിങ് എല്ലാം കറക്റ്റ് അല്ലേ? ഇല്ലെങ്കിൽ ചിലപ്പോ ഷോക്ക് അടിക്കും, അതാ. നീ അത് എർത്ത് ചെയ്യണ്ട, ഷോക്ക് അടിക്കാൻ ഞാൻ നോക്കണം കേട്ടോ. ചായ. താങ്ക് യു ആന്റി. ലോണൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ അല്ലേ? ആന്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നീ അധികം കുഴപ്പമുണ്ടൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. വൃത്തികെട്ടോ.
നിനക്ക് വേറെ ഒരു കടം കിട്ടില്ലേ? അതിനിപ്പോ എന്ത് പറ്റി? ഇവിടുത്തെ നമ്പർ 1 ഷോപ്പാണ് അവരുടെ. അതുകൊണ്ടാ ഞാൻ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവനെ വിളിക്കണ്ട, വേറെ ആരെങ്കിലും ആ കടയിൽ വിളിച്ചാൽ മതി കേട്ടല്ലോ. അതിനിപ്പോ കിട്ടുമെന്ന് തെറ്റ് ചെയ്തു. എനിക്ക് അവനെ പണ്ടേ അറിയാം, അവനാളത്ര ശരിയല്ല. തൽക്കാലം നീ എത്ര അറിഞ്ഞാൽ മതി.